ശംഭവി എണീക്കുന്നില്ലേ? നേരം വെളുത്തു. സ്കൂളിൽ പോണ്ടേ? വേണ്ടേ? ആ ഫസ്റ്റ് അതെ അപ്പോഴും എണീക്കാൻ പറ. ഓഹാ നീ കിടക്കുന്ന കാണുമ്പോഴേക്കും കൊച്ചും കിടക്കും. ഉണ്ടോ ഉണ്ടോ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടോ? അപ്പയ്ക്കല്ലല്ലോ ക്ലാസ്, പൊന്നല്ലേ എനിക്ക് ക്ലാസ് കിട്ടുന്നത്. എനിക്ക് കുഞ്ഞെണീക്ക്, അമ്മ പല്ല് വെക്കാൻ എടുത്ത് വെക്കട്ടെ. വേണ്ടേ? ബായോ ചേച്ചിക്ക് പനിയല്ലേ? ചേച്ചി കിടക്കുക. അത് രാധയും കൃഷ്ണമല്ല, അത് അയ്യപ്പനും കൃഷ്ണനും ശിവഭഗവാനും. അത് പിന്നെ ഇത് ശാംഭവിയും. ശാംഭവി ആരാന്നറിയാവോ? പാർവതി, ശിവഭഗവാന്റെ വൈഫില്ലേ, അതാണ് പാർവതി, അതാണ് ശാംഭവി. ആ ഇവരുടെയൊക്കെ പാട്ട് യേശുദാസ് പാടുവാണ്, അതിനാണ് അങ്ങനെ കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? എന്നോട് ചോദിച്ചാൽ അത് ഗുരുജിയാണോ? ഒന്ന് ഗുരുജി കേട്ടാ. അത് ശിവൻ. ഓ കൂട്ടുകാരനാ. ജഡായ ചന്ദ്രകലാധരായ ജഡായ ജഡാധരായ ചന്ദ്രക്കല കണ്ടോ? ജഡ കണ്ടോ? ഒരു ചന്ദ്രക്കല ഇരിക്കുന്നുണ്ടോ? മനസ്സിലായോ? ഏകദേശം തലയിലെ ജഡ. പണ്ടിതിന്റെ അപ്പയ്ക്കുണ്ടായിരുന്നല്ലോ ജഡ. നക്ഷത്രക്കണ്ണുണ്ടോ? ആ ചന്ദിരൻ. ഓക്കെ ഓക്കെ. കൊച്ചിനെ കൊണ്ടുപോകേണ്ട ആൾ എണീറ്റില്ലേ? ശംഭുവേ പൊന്നെ വിട്ടേ. ബാഗ് എങ്ങനെ കാണിച്ചു തന്നെ. ബാ എടുക്കാൻ ബാഗ് ഇടാൻ ചേച്ചി പടി. ആ ഓക്കെ. ഇനി ഒന്നും ഇട്ടെ. ഇനി ഇവിടെ വെച്ചു. ബാഗ് ഇട്ടെ. നോ 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 അങ്ങനല്ല. ബാഗ് ഇട്ടെ. ആ അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ ഇട്. ബാഗ് വേണം. ബാ അപ്പനെയോ? വായു ചേച്ചിക്ക് ക്ലാസ് ഉണ്ടോ? ഇല്ല ചേച്ചിക്ക് ക്ലാസ് ഉണ്ട്. പനിയാണേ. ചേച്ചിക്ക് ക്ലാസ് ഉണ്ടോ? ഉണ്ട് ഉണ്ട് പനിയാ. എത്ര നേരം ക്ലാസ് ഉണ്ടോ? ആ ക്ലാസ് ഉണ്ട്. അവള് പനിയായിട്ട് കിടക്കുക. ശരി ഓക്കേ. എന്നാലേ എന്റെ കൈ പിടിക്കോ? നീ നമുക്ക് അപ്പ എന്റെ കാലിൽ കൂടെ വെള്ളം പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ആരില്ലല്ലോ. പറ. ഇല്ല ഇല്ല. അവരൊക്കെ കുത്തിട്ടേക്കാം. മതിയോ? മതിയോ? മതി. ചേച്ചി ഉണ്ടോ? പറ. അതെ അവിടെ പറയുന്നുണ്ട്. ചേച്ചി ചേച്ചി എന്ത് ചേച്ചിക്ക് പറ്റിയേ? പനിയാ? ചേച്ചിക്ക് പനിയാണോ?
ചേച്ചിയുടെ പനി വന്നോ? എന്താ പനിയൊന്നും ഇല്ലെന്ന്. കുറഞ്ഞോ? ആ ഉണ്ട് 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 ഉണ്ട്. ആ എവിടെ മനോജ് മാമിൻ്റെ വരുമോ വരുമോ വരുമോ? മറ്റേ കൊച്ചെന്തിയേ? എന്താ ഇപ്പൊ പുകയ്ക്കുന്നേ? അടുപ്പ് തീയത്തുന്ന രാജേട്ടൻ്റെ അവിടെ കൊതുകല്ലേ അടുപ്പിൽ തീ വെച്ചേക്കുന്നതാണ്. അടിയിടാനോ? എനിക്ക് പാർട്ടിക്കട്ടെ പോണോ? പോണ്ട, പാർട്ടിക്കൊക്കെ പോവാം. അപ്പൊ പോണ്ട, പാർട്ടിച്ചോ ആ വാ മതി. ആ ഡിജിറ്റലിലുണ്ട് അവിടെ. ആ നമ്മുടെ കോസ്. ആരാ വിളക്കത്തിച്ചേ? ആരാ? ആരാ? രാജേട്ടന്റെ വാദ്യ മതിയോ? ആ മതി. ഓ എന്നും ചോദിക്കണം, അറിയത്തില്ല നിനക്ക്? കറി ഇറച്ചിക്കറി. മോളെന്നാ കഴിച്ചേ? കറി ഉണ്ടാക്കിയേ? മോള് മോളെ പേരുന്ന വിനീത. ചേച്ചിയുടെ പേരുന്ന കോളത്തൊന്നും ചോദിക്കരുത്. എന്റെ പേര് അറിയാലോ. പോയിട്ട് പോയേ. നാളെ കാണാന്ന്. കൂടെയൊന്നും വേണ്ട, മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് താഴെ ചെല്ലണം. നമ്മുടെ മാത്യു ഡോക്ടറിന്റെ വീട്. മാത്യു ഡോക്ടർ വേറെ ഡോക്ടർ, നിനക്കറിയത്തില്ല. ചുമയല്ല ഡോക്ടർ. അതെയോ? ചുമ, പനി, വയറുവേദന, അസുഖം മതിയോ? മതി. ആശുപത്രി പോവാം. ആശുപത്രി എന്നിട്ട് നേരെ മണ്ണെടുക്കാം മതിയോ? അതെ. ആർക്കാ? ആ ചുമ ആശുപത്രി പോവാം. ചുമയൊക്കെ മാറിയല്ലോ. എന്റെ ചുമ കുറഞ്ഞോ? പിന്നെ കുറഞ്ഞില്ലേ? ബാ. അപ്പേ സ്ഥലം അത് മുണ്ടക്ക മഞ്ഞായിപ്പോയി. ഈ മാത്യു ഡോക്ടർ അവിടെ ഉണ്ട്. മാത്യു ഡോക്ടറിന്റെ വീടാ ഈ മതിലിന്റെ അപ്പുറം. കുത്തി വെക്കുന്നുണ്ടോ? അസുഖമുണ്ട്. അസുഖം ഒരു വണ്ടി വന്നു. എനിക്ക് അസുഖമൊന്നുമില്ല. ആശുപത്രിയോ? അപ്പ ബസ്സല്ലേ? അങ്ങനെയുണ്ട് അജയങ്ങള്, അമലങ്ങള്. അവന്റെ അമ്മ തക്കുട് വന്നല്ല, തക്കുട് വന്നു. അവന് വന്നു തക്കുട്. അവന് തക്കുടിയുടെ പേരെടുക്കുന്ന, വീട്ടിൽ പേരെടുക്കുന്ന അവനിക. തക്കുടു എന്നുള്ള വീട്ടിൽ വിളിക്കുന്ന അവളുടെ പേര് അവനിക. അങ്ങനെ ബസ്സേ വിളിക്കുന്ന പേരല്ല, സ്കൂളിൽ വിളിക്കുന്ന പേരല്ല അവനിക. അവളെ വീട്ടിൽ വിളിക്കുന്ന തക്കുടു. തക്കുട് വീട്ടില ബസ്സില്. ആ അതെ അതെ. എന്റെ ബസ് വരാത്തെ? ബസ് ഇപ്പൊ വന്നോ നോക്കട്ടെ. എന്റെ വാചകമൊക്കെ അടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചില ബസ് വന്നു. അവര് വിളിക്കൂല്ലോ അങ്ങനെ ഉണ്ട്. ആരായുടെ ബസ്സായിരിക്കും ചിലപ്പോ. ബസ് നിർത്തിയിട്ടിട്ട് പോയെന്ന്. അങ്കിളാണോ? പറ. അതെ അങ്കിളാണോ? പറ.
ആ ഫോട്ടോ എടുക്കുന്നത് അങ്ങനാണോ? നാരായണ ബസ്. അപ്പൊ അങ്ങനാണോ? അങ്ങനെ നാരായണ ബസ്. അപ്പൊ അങ്ങനാണോ? ഏത്? ആ ഓട്ടോ. അതെ 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 അതെ. ആ ബസ് നിർത്തിയിട്ടിട്ട് പോയെന്ന് പറയുന്നത്. ഏത് ബസ്സാ? അങ്ങോട്ട് മീൻ വണ്ടി. ഇവിടെ നിന്നോട്ടോ ബസ്. പോവാ ഓ പോവാ മീൻ പേരെന്നാ? ശാമ്പരി ഏ? ശാമ്പരി ചോദിന് പറ. കേട്ടില്ല. കേട്ടില്ല. ശാമ്പരി സാമ്പതി. ഭാര്യ ഓ ഭാര്യ ഭാര്യ വീട്ടിൽ ഇരിക്കില്ലേ? എന്താ ഉണ്ടാക്കിയേ? ഇടിയപ്പം. ഇടിയപ്പം ഇഷ്ടമാണോ? ഇടിയപ്പം ഇങ്ങനെ ഇരിക്കുന്നു. നൂലപ്പം. അറിയില്ല. കറി കടല. കടലക്കറി. ആളുണ്ടാക്കിയേ? ഏ? ഇനി പോവാ. എവിടെ പോകാനാ? വണ്ടി വരണ്ടേ? ആ ആണോ? ആ എവിടെയാ താമസിക്കുന്നത്? 37 ദിവസമുണ്ട്. ആ ആ ആ കണ്ടക്കാരിൽ. ആ ശരി. ഞാൻ അവിടെ കൊണ്ട് വിട്ടാൻ എരുമേലി സ്കൂളിൽ. ആ ആ പഠിച്ചില്ല. ആ ബിസിനസ്. മീനാ? ആ മീൻ. ചേച്ചി ഇവിടെ എന്താ ഉണ്ടാക്കിയേ? ഉണ്ടാക്കാൻ പോന്നേ ഉള്ളൂ. ഇടിയപ്പം. ആ ഇടിയപ്പം. കറിനോ? കറി മുട്ട. ഇടിയപ്പം ഇടിയപ്പത്തിന് കറി. കടൽക്കറിയാണോ? ആ അവിടെ നിൽക്കുന്നേ. ആ ആ കടയിൽ നിന്നോട്ടെ. മല പോലെ ഇങ്ങനെ കൊണ്ട് പൂട്ടും. തീർക്കണ്ടേ? കടയിൽ നിന്നോട്ടെ. അത് പച്ച മേടിച്ചിട്ട് ഓരോരുത്തർ മീനോ? എന്താ മീനപ്പേ? മത്തി. മത്തിയോ? എണ്ണയിട്ട് ഫ്രൈ ഇല്ല. ഫ്രൈ. മത്തി ഫ്രൈ ചോറ് അറിയാം. വണ്ടി വരുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങിയില്ല. എന്ത് ബസ് വന്നോ? ബസ്സല്ല, മറ്റേ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. നീ അവിടെ നിന്ന വണ്ടി ഉണ്ടോ? അങ്ങനെ വരുന്നു. അപ്പൊ ബസ്സാ? ബസ് വരട്ടെ. ശാമ്പൂരി പോയി. അടുക്കള കുറച്ച് പണിയുണ്ട്. ആരാണിക്കാണെങ്കിൽ പനി കുറഞ്ഞോന്ന് വെച്ചാൽ ചൂട് ഇടയ്ക്ക് പനിക്കും, അതൊന്ന് കുറയും. പിന്നെ അവൾക്ക് തല ഇറങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കാം. വേണ്ട അമ്മയെ, കുഴപ്പമില്ല, ക്ഷീണമേ ഉള്ളെന്നാണ് പറഞ്ഞത്. എണീറ്റ് കേട്ടോ. ഇപ്പോഴത്തെ പനി ആയതുകൊണ്ട് ഇന്നലെ പനി കുറഞ്ഞു, എന്നിട്ട് ക്ഷീണമാണെന്ന് പറഞ്ഞു. എന്നിട്ട് തല കറങ്ങുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് കുളിക്കാൻ പറഞ്ഞു. വെള്ളമൊക്കെ തിളപ്പിച്ച് കുളിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാരി ഇച്ചിരി ഉഷാറായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പനിച്ചു. പിന്നെ അത് ക്ഷീണമായിരുന്നു. പിന്നെ പൂരപ്പുറം വന്ന് വൃത്തിയാക്കണം. ഒരാൾ പോയതിൻ്റെയാണ്. 7:34. ഞാൻ കടന്നില്ലാതെ. വേണ്ട, അങ്ങോട്ടേക്കല്ല. അവിടെ വണ്ടി വരുന്ന സ്ഥലമാണ്. അവിടെ വണ്ടി പോകുമ്പം നമ്മുടെ ദേഹത്തിടിക്കും. അറിയത്തില്ല എനിക്ക്. എനിക്ക് അങ്ങോട്ട് പോകണം. അങ്ങോട്ടൊക്കെ പോയാൽ വണ്ടി ഓടുന്ന റോഡല്ലേ അത്. ഞാൻ പോക്കോട്ടെ. ഞാൻ തന്നെ പൊക്കോളാം. എവിടെ? എടി അവിടെ പോയാൽ വണ്ടി വരുമെന്ന്. വണ്ടി
എന്നാ അവിടെ പോ. ആഹാ, നിനക്ക് ഇവിടെ നിൽക്കത്തില്ല തൽക്കാലം. നമ്മുടെ ബസ്സിൻ്റെ സമയമായിരുന്നു, അത് നോക്കട്ടെ. 40 ആയതേ ഉള്ളൂ. അയ്യോ അപ്പം എന്നാ ഒന്നും അപ്പൊ നാരായണ ചേച്ചിക്ക് പനിയില്ലേ? ഇത് ആറോട്ടോയാ? ഇതാരാ? മോനാണോ? അല്ല, അത് വേറൊരു ചേട്ടൻ. ബസ്സോ? ബസ് അവിടെ നിന്ന് വരും, ഇതേ വരുന്നു. എന്തോ? ഹായ്. എന്നാ ആ രാവിലെ ഇറങ്ങണോ? മെയിൻ വേണമല്ലോ, ഒരു 3-4 കിലോ അയല വേണം. ആ സൂപ്പർ പറ്റ വേണമെന്ന് മേടിച്ചാൽ ഇതൊക്കെയാണ്. അത് കൂട്ടിയാലേ ഷെബയുടെ അമ്മയാ. വെളുപ്പിന് ചെറിയ മഴയുണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങ് പെയ്ത് മാറുക. മഴ മൂടി നിൽക്കുന്നു, ഒരു ഇരുണ്ട് മൂടിയ കാലാവസ്ഥയാണല്ലോ, ഇരുട്ട് പോലുണ്ട്. നല്ല മഴ പെയ്യും, ചിലപ്പം പെയ്യും തുടങ്ങിക്കഴിഞ്ഞാൽ. എൻ്റെ പൊന്നെ നോക്കി മൂടിയേക്കുന്നുണ്ടോ ഫസ്റ്റ്. അതിലും കൊച്ചിൻ്റെ ബസ് വന്ന് കൊച്ചു കയറിപ്പോയി. ഇത് ഇരുട്ടായി വീണ്ടും 7:58 അപ്പോൾ ഇത് നല്ല ഇരുട്ട്, നല്ല മഴ വരുന്നുണ്ട്. എന്തായാലും മൊത്തം മഴയാന്ന് തോന്നുന്നു കേട്ടോ. മൂടി നിൽക്കുകയാണ് ആകാശം. മഴ പെയ്ത് മഴ തുടങ്ങി രാവിലെ. പോയോ? മഴ വന്ന് പോയി. ഇത് പേടിപ്പിക്കുക.
നമുക്ക് അവിടെ ചെല്ലണ്ട. ആ മരത്തിൻ്റെ ഇടയിൽക്കൂടെ കാണുന്ന ഭാഗം, അതിൽ നമ്മുടെ വഴി. ആ വണ്ടി വരുന്നത്. പാലും പഞ്ചസാരയും പൊറോട്ടയും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ചായ, നല്ല മഴ, നല്ല പാട്ട്, അടിപൊളി. പണിയൊന്നും ചെയ്യാതിരിക്കുവാണ് നല്ല സുഖമായിരിക്കും. പക്ഷെ പണിയൊന്നും തുടങ്ങിയിട്ടേ ഇല്ല. ഇനി തുടങ്ങണം ഓരോന്ന് വീതം. മഴ ആയതുകൊണ്ട് വെളിയിലെ പണിക്ക് ഇച്ചിരി ബ്രേക്കുണ്ട്. 8:10. അതുപോലെ മഴയൊന്നും, ഞാൻ ഈ ലൈറ്റ് നോക്കുമായിരുന്നേ. മഴ നല്ല രസമുണ്ട് ഇത് കാണാൻ. മഴയൊക്കെ പെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഇതിൽ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈറ്റ്, നല്ല രസം. എനിക്ക് തോന്നുന്നു വീടിനകത്ത് ഇതിട്ട് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയാന്ന് തോന്നുന്നു. ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് കാണാനായിട്ട് ഒരു സുഖമുണ്ട്. ദൂരെ നിന്ന് വരുമ്പോഴേക്കും ഈ അടുക്കളയിലോട്ട് നോക്കുമ്പോഴേക്കും ഈ ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, അടിപൊളി. മഴ, ചാറ്റമഴയാ. ആഹാ, ഇതന്നെ കൂട്ട് പിന്നെന്തിനാ മേടിച്ച് വെച്ചേക്കുന്നത്? ഇത് പിന്നെന്തിനാ മേടിച്ച് വെച്ചേക്കുന്നത്? താഴോട്ട് നനഞ്ഞാലും വീട്ടിൽ വരാമല്ലോ. നനഞ്ഞാലും വീട്ടിൽ വരാം, നനഞ്ഞില്ലേലും വീട്ടിൽ വരാം. ഊരിക്ക് ഊരിക്ക്. നിന്നെ കാണാനില്ലായിരുന്നു. ഞങ്ങൾ പത്രത്തിൽ കൊടുക്കാൻ പോവായിരുന്നു. നിങ്ങളുടെ പൂച്ചനെ കാണാനില്ല. എവിടെ ആയിരുന്നു? ഞാനെല്ലാം പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു വെക്കുന്നത് ക്യാമറയാണെന്നും നീ വെപ്രാളപ്പെടരുതെന്നും സിംബായിക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെന്നും ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ട് നേരത്തെ അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ഒരു തട്ട് വെച്ചല്ലേ. നാരായണൻ്റെ ചെരുപ്പ് കൊണ്ടോ പൂത്തിരിക്കുന്നേ? ഈ മഴയത്ത് നമ്മൾ ഇങ്ങനെ എന്തോ ചെയ്യാന്നൊന്ന് പറയാവോ? എന്നാ ചെയ്യാനാ? മുട്ടടിച്ചേരട്ടെ, മുട്ടടിച്ചേരട്ടെ. ഇത് കണ്ടോ ഇളകും, നീ കൊച്ചു വീഴും കേട്ടോ, മനസ്സിലായോ? നമ്മളെ പണിക്ക് പോകുമ്പോ അവിടെ വേറെ വീട്ടിലോട്ട് അവരോടൊന്നും വേറെ ആരാണ്ടാകും. ആര്? വീട്ടിലുള്ളവരോ? ഓ പിന്നെ എന്ന് പറഞ്ഞ വേറെ ആരുടെ കണ്ടല്ലോ. എന്നാക്ക എന്റെ പൊന്നു ചേട്ടാ. ആ, നാക്ക് ചൊറിയുന്നുണ്ട് എൻ്റെ. എന്നാ അതാ പറഞ്ഞേ, ഇവനെ എന്നാ കൊടുക്കണ്ടവന് എന്നിട്ട് പല്ല് വെച്ച് കൊടുക്കാം. എവിടെ ആയിരുന്നു അവന്? ഒന്നിലിവിടെ നിൽക്കണം. ആ, ആക്രി എവിടെ കണ്ടോ അതെടുത്തോണ്ട് വന്ന് നന്നാക്കുക, കഷ്ടപ്പെട്ട്. ടി വിയുടെ കടച്ചിൽ കുറേ ദിവസമായിട്ടില്ലായിരുന്നല്ലോ. രാവിലത്തെ ആ മൂടലൊക്കെ കണ്ടപ്പോൾ രാത്രി ഇന്ന് മൊത്തം മഴയായിരിക്കുന്നു.
ഇരുട്ട്. അതായത് ചേട്ടായൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പം ഭയങ്കര ഇരുട്ട്. അറിയത്തില്ലേ? ചെരുപ്പ് മാറുന്നില്ല, ചെരുപ്പ് മാറ്. ആടെ ഇരിപ്പ് ചെവിയും കാലത്തിലങ്ങ രാവിലെ വെച്ചപ്പോ അന്നേരം അറിയുന്നേ. ഷെബി എപ്പോഴാ പോയെന്ന് പോലും പുള്ളിക്ക് ഓർമ്മയില്ല. അത് അരിച്ചാക്കിന്റെ മണ്ടല്ലോ. ആ ഇന്നലെ വർത്താനം പറഞ്ഞിരുന്ന മഴയൊക്കെ ചേട്ടാ അങ്ങ് ഉറങ്ങി. ഷെബി ഇരുന്ന് ടി വിയും കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് ഷെബിയും കുറച്ച് നേരം വന്നപ്പോഴേക്കും ചേട്ടാ ഉറങ്ങുന്ന കണ്ടിട്ട് പുള്ളിക്ക് ഉറക്കം വന്നിട്ട് മഴയായി അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് പോയെന്ന് പുള്ളിക്ക് ഓർമ്മയില്ല, ചേട്ടായിക്ക് ഓർമ്മയില്ല. എന്തെടുത്ത് വെക്കണമെന്ന് പറഞ്ഞേ? ആ തണുത്ത് കഴിയുമ്പോൾ മറ്റേ സംഭവം. ആ ഫസ്റ്റ് ഞാനിവിടെ തൂത്തോണ്ടിരുന്നല്ലേ. എണീറ്റിരിക്ക്. അയ്യപ്പാ എൻ്റെ ദൈവമേ. അവിടെ പോയി ഇരുന്ന് സമയം പോയി. ടി വി ഉണ്ട് അങ്ങനെ ഇരുന്നേച്ച്. ഏകദേശം പകുതി സമയത്ത് ഒരു ദിവസത്തിൻ്റെ പകുതി മുക്കാലോളം ഞാൻ ഇവിടെയാണ് ചിലവഴിക്കുന്നത്. അങ്ങോട്ട് പോക്ക് സത്യം പറഞ്ഞാൽ കുറവാണ്. അതായത് നാരായണി പറയും അമ്മയെ കാണാനേ കിട്ടത്തില്ലെന്ന്. ഞാൻ പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടാച്ചാൽ പോരെയെന്ന്. അവളാണെങ്കിൽ ഇവിടെ വരുന്നത് അധികം കുറവാണ്. ഈ അടുക്കളയിൽ അങ്ങനെ കയറാറില്ല. ഈ ടി വി വന്നേ പിന്നെ ഷാമ്പു ഇപ്പോൾ ഈടെയായിട്ട് വന്ന് ഇവിടെ വന്നിരിക്കാറുണ്ട്. നാരായണി ഒട്ടും വന്നിരിക്കാറില്ല. അവൾക്കതിനോട് വലിയ താല്പര്യമൊന്നും ഇവിടെ ഇരിക്കുക, അവൾക്ക് അവിടെ തന്നെ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഡോറൊക്കെ വെച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു അടുക്കളയൊക്കെ ആകുമ്പോൾ എല്ലാവരും വന്നോളും. ഇതാണോ ബാലിരിക്കുന്ന സൗണ്ട് കേട്ടോ ഉടനെ ഓടി വരുവേ. ഇത് കുറച്ച് കഞ്ഞിവെള്ളം. ചോറൊന്നും അത്ര നല്ലതായിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളം കൊടുത്തേക്കാം, ക്ഷീണം കുറയുമല്ലോ. ടോയ്ലറ്റില്ല. എണീറ്റിരുന്നാലേ ക്ഷീണം കുറച്ചൊക്കെ അങ്ങ് പോകും. കിടന്നുകൊണ്ടിരിക്കുക തന്നെ ക്ഷീണം. ഓ എന്നാൽ റിമോട്ടിങ് ആന്നേ കാണണ്ട, കണ്ണൊന്ന് സ്ട്രെയിൻ കൊടുക്കണ്ട. സെക്കൻഡ്. ആ പറ. മഴ പെയ്യുന്ന വലിയൊരു മഴയുടെ ഇത്. ആഹാ സൂപ്പറല്ല, ചെറിയ ചെറിയ മഴ പെയ്യാനാണ്. മഴയോ മഴ.
PM എന്നാണോ പറഞ്ഞേ? 3 PM എന്നാണോ പറഞ്ഞേ? അത് കുടിച്ചില്ലായിരുന്നത്. വെള്ളം തരട്ടെ, അത് തിളച്ചിട്ടുണ്ട് കുളിക്കാൻ. തിളച്ചു തരട്ടെ. ആരാണെങ്കിൽ ചോറ് കണ്ട വേണ്ട, ഞാൻ കഴിക്കുക. 4:30 ആരാണെങ്കിൽ കുളിയും കഴിഞ്ഞ് കിടക്കുക. മഴ കഴിഞ്ഞു. നീ മഴ പെയ്തറിഞ്ഞോ നാരായണി? ഇത് നേരത്തെ അപ്പയെ വിളിച്ച് പറയണം, ശാംഭവിയെ വിളിക്കാൻ. നല്ല മറന്നു പോകും. പക്ഷെ ഞാൻ ക്യാമറ ഓണാക്കിയപ്പോ മടിയെന്ന് കേട്ടോ തന്നെ. നീ പറഞ്ഞ ഞാൻ നിന്നെ കുറിച്ച് വല്ലതും പറയുവാന്ന്. ചുമ്മാ എന്റെ കൊച്ച്. അതെ, തലയിലെ ഇത് മാറ്റി കിടക്കണം, അല്ലെങ്കിൽ തല ഇതാവും. ശാംഭവി അല്ല നാരായണിയേ, ഞാൻ ഒരു ദിവസം എന്തേരം പുണ്യം ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയോ? വിളിയിലൂടെ മാത്രം. നാരായണി എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവി, വിഷ്ണു ഭഗവാന്റെ ഭാര്യ. ഞാൻ ഈ ദേവീനെ എത്ര തവണയാണ് വിളിക്കുന്നത്? നാരായണി നാരായണി നാരായണി. ശാംഭവി ശാംഭവി ശാംഭവി. ശാംഭവി ആരാ? പാർവതി ദേവി. അപ്പം ഈ 2 ദേവിമാരെ ഞാൻ മാറി മാറി വിളിക്കുന്നുണ്ട്. ഈ നാരദൻ നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് പോലെ. അപ്പം എനിക്ക് എന്തേരം പുണ്യം കിട്ടുമായിരിക്കുമല്ലേ? മന്ത്രം ജപിക്കുമല്ലേ ഞാൻ ദിവസവും. ശാംഭവി നാരായണി ശാംഭവി നാരായണി. അയ്യോ എനിക്ക് വയ്യ. വിഷ്ണു ഭഗവാന്റെ ഭാര്യയും വിളിച്ചു, ശിവഭഗവാന്റെ ഭാര്യയും വിളിച്ചു. ഇനി ബ്രഹ്മദേവൻ്റെ ഭാര്യ സരസ്വതി, അതെൻ്റെ അമ്മായിയമ്മയാണ്. സരസ്വതി എന്ന് വിളിച്ചില്ലെങ്കിലും സരസ്വതി അമ്മേന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ ദേവിയും ദേവന്മാരൊക്കെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. നിന്നെ വട്ടം ചുറ്റുന്നടിച്ച് കൊതുക്. ഇത്രയും കൊതുക് അടിച്ചിട്ട് നീ എണീക്കാത്തൊരു ഭയങ്കര കേട്ടോ. ശ്വാസം പൊട്ടും കേട്ടോ. സമയം എത്രയായി നോക്കട്ടെ? 5:30 കണ്ട. 5:30 ഇനിയും ചേട്ടായി വിളിച്ചില്ലെങ്കിൽ ചേട്ടാ മറന്നു പോകും. 5:15 വിളിച്ചപ്പോൾ പറയാം, 5:30 വിളിക്കല്ല, ഞാൻ മറന്നു പോകുന്നു. ഈ മണിക്കൂറും കൊണ്ട് എന്ത് മറക്കാനാണാവും? അപ്പം 5:35 വിളിക്കാം. എന്നാലും 5:40 ഇറങ്ങി നിൽക്കുള്ളൂ. റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് എന്തെങ്കിലും ഇവിടെ കത്തിച്ച് വെക്കാം അല്ലേ? അല്ലെങ്കിൽ കൊതുക് ഒരു രക്ഷയില്ല. കൊതുക് നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഇവിടെ രാവിലെയും വൈകിട്ടും ഒരു ടൈം വെച്ചിട്ട്, രാവിലെ 6 മണി സമയം, വൈകിട്ട് ഏകദേശം ഒരു 5-5:30 5 മണി കഴിയുമ്പോൾ തുടങ്ങും. അതെ കൊതുക്. റബ്ബർ തോട്ടമൊക്കെ ആയതുകൊണ്ട് ഇവിടെ കൊതുക് കൂടുതലായിരിക്കും. റബ്ബർ തോട്ടത്തിൽ വെള്ളമൊക്കെ ചിരട്ടയിലൊക്കെ ഉണ്ടെങ്കിലേ അവിടെ വെട്ടുന്നുണ്ടോ അറിയത്തില്ല. അപ്പുറം അമ്മേ സുഖമില്ലാത്ത ദിവസങ്ങൾ. ഒരാഴ്ചയായിട്ട് അത്ര വലിയ സുഖം ഇല്ല, മനസ്സിന് സുഖമില്ല. എന്താണോ ആവോ. ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ സുഖമുള്ള കേസൊന്നുമില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ 4 ഓടി വരും. നിങ്ങളെ കയറ്റാൻ നേരത്തല്ലേ ഇനി തീറ്റ വരുന്നേ അല്ലേ? ഇതിലൊരുത്തൻ എന്നെ ഇന്നലെ കൊത്തി, ഞാൻ മറന്നിട്ടില്ല.
അതേത് വിവരാണെന്ന് അറിയത്തില്ല, രണ്ടും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. പാക്കരനാണോ ശങ്കരനാണോ എന്നറിയത്തില്ല. എളുപ്പേ ഇല്ല, ഇതിനിപ്പോൾ ഇങ്ങോട്ട് പോവാ. നടന്നോ? ആ ശാമ്പുവി വരും, ഇപ്പം വരുമെന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. വരുമായിരിക്കാം, ഇപ്പോൾ വരേണ്ട ടൈമായി. എന്താ എന്നെ അവിടെ കിടന്നോ? അയ്യോ എന്നാ നീ മെലിഞ്ഞു പോയെന്നാണല്ലോ എല്ലാരും പറയുന്നേ. ശരിക്കും അവൻ അങ്ങനൊക്കെ തന്നെയാണ്. അവൻ്റെ ഒരു ശരീരപ്രകൃതി അങ്ങനെയാണ്. മറ്റേ പക്ഷെ ഇച്ചിരി കൂടെ തടിച്ചൊരു പ്രകൃതിയുള്ള ആളാണേ. ഇവന് ഇങ്ങനെ തന്നെയാണ്. എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കാം. കൊച്ചു വരുവാണെങ്കിലേ ഒരു എളുപ്പ വഴി. അങ്ങോട്ട് പോയാൽ ആ പട്ടീനെ കൂടെ പറിക്കാൻ ഒന്നല്ല 2 പട്ടിയുണ്ട് താഴത്തെ അപ്പുറത്തെ വീട്ടിൽ. ഇവിടെ ഒന്ന് തൂത്തിടണം. ഇവിടെ ഒന്ന് തൂക്കട്ടെ. ചൂലുമായിട്ട് നോട്ട്. ഇത് മറ്റേ എന്നാ ചൂല, എന്തോ വെച്ചിൻ്റെ പനയുടെയോ ആണോ? ആണെന്ന് തോന്നുന്നു. എന്തായാലും തെങ്ങിൻ്റെ ഓലേൻ്റെ ചൂലല്ല, തെങ്ങോലയുടെ അല്ല, പനയുടെയോ അങ്ങനെ ഉണ്ട സംഭവം. പനയാണോ? ആ എന്ത് അതാണ്. എന്തായാലും ക്യാമറയുടെ എങ്ങനെ വെക്കാല്ലേ. ഞാൻ തൂക്കാൻ പോടാവേ. വെള്ളമുള്ളത് കൊണ്ട് കരിയില പോകാൻ ഭയങ്കര പാടാണ്. ഇത്ര ഒപ്പിച്ച് കഴിഞ്ഞ ദിവസം തൂത്തപ്പോൾ പിന്നെ നല്ല ഉണങ്ങി കിടക്കുമായിരുന്നു. അതുകൊണ്ട് തൂക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടം വരെ തൂക്കണം. അവിടം വരെ കുത്താൽ മതി. ശാമ്പുവി നോക്കിക്കോണം നീ. നിങ്ങൾക്ക് മനസ്സിലായോ സമയമൊക്കെ? പിന്നെ തെറി വിളിക്കുന്നതായിരിക്കും അല്ലേ? ചാണ്ട് ഞാൻ ബൈക്കിലാണ് പോകുന്നത്. മതിയോ? അതെ, എന്താ ബൈക്കിന് വാ പോവല്ലേ? ആ വണ്ടി എടുക്ക്. എന്നാ വണ്ടി എടുക്ക്. കാറ് നോക്കണോ? എന്നാ കാറിന് വാ, വണ്ടി വേണ്ട. കാറ് കുഴപ്പമില്ല. പാലെടുക്കണം. ആ എന്നാ നമുക്ക് പാലെടുക്കാം. വാ, നമുക്ക് പാലെടുക്കാലോ. ആ എടുക്കാം. എടുക്കോ? അതെടുക്ക്. നീ പോയി എടുക്ക. അപ്പെടുക്ക്. അപ്പെടുക്കുന്നില്ലേ? എന്നാ ഞാനെടുക്കാം. വാ, വണ്ടി എടപ്പുക പാലിന് പോകണം. കേറട്ടെ? ആ കയറിക്കോ. അമ്മേത്തി ചവിട്ടാതെ രണ്ടാലും. ആ പിന്നെ പോയോ? അവിടെ ചവിട്ടി മാറ്റല്ലേ കാല്. അപ്പൊ ജയമ ബർഗർ ഉണ്ടാക്കിയോ? എനിക്കൊന്നും അറിയത്തില്ല, നിന്നോട് പറഞ്ഞു ഉണ്ടാക്കി തരാമെന്ന്. ഉണ്ടാക്കി.
അതെയോ? ഉണ്ടാക്കി എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞോ ഉണ്ടാക്കി തരാമെന്ന്. ഉമ്മ പറയുന്ന അവള് പറയുന്നതൊക്കെ നീ വിശ്വസിക്കുമോ? വീട്ടിൽ തന്നെ അപ്പേ വീട്ടിൽ എന്നാന്ന് എനിക്കറിയത്തില്ലേ. ഞാൻ ഇന്ന് വീട്ടിൽ നല്ല വരുന്നത്. കിട്ടി ബർഗർ, പിന്നെ ബർഗർ, സമൂസ കിട്ട്, ക്യാരറ്റ് കിട്ട് പിന്നെ അതൊന്നും അവിടെ ഇല്ലല്ലോ. ഉണ്ട്. നമുക്ക് നോക്കട്ടെ. ഇല്ലടി, ആനാ അതൊന്നും അവിടെ ഇല്ല. ആനാണ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? പാല് കുടിക്കാൻ പോവാം. പാല് മേടിച്ചേക്കാം. അവിടെ ഇരുന്നോയെ, അനങ്ങല്ലേ, നീ ഒന്നും പറയണ്ട. പാൽ കിട്ടിയില്ല. അല്ല നീ ഇവിടെ അനക്കി പോവല്ലോ. വരട്ടെ. പോയോ കുഴപ്പമില്ല. ആ പോവാം. ജോളിച്ചാട്ടൻ നിർമ്മിതി. ആര് വേണമെന്നത്? ജോളിച്ചാട്ടൻ ആ കേട്ടോ. പിന്നെ അതെ. പിടിച്ചിരുന്നോ മഴ കയറാൻ പോവാണ്. ഇപ്പം ഇതേ പോകുന്നതുകൊണ്ട്, സ്കൂട്ടറെ പോകുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ സമാധാനമുണ്ടല്ലോ. ഇവിടെ എല്ലാം കയറി വർത്താനം പറഞ്ഞ് പോകത്തുള്ളൂ. ആണോ? ആ ബർഗർ എന്തിയേ? നിന്നെ നോക്കി സിംബോ ഇരിക്കുന്നുണ്ടോ? എന്നാന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്ത്
ചോറോ തരാലോ? ചോറ് വേണ്ട, പൊറോട്ട മതി. ഇത് പൊറോട്ടയൊന്നുമില്ല, ഇല്ല. പൊറോട്ട ഇല്ലേ? പൊറോട്ട താ. അവിടെ ഞാൻ തൂക്കുമായിരുന്നു അവിടെ. പൊറോട്ട ഇല്ല പൊന്നാ. എടാ പൊറോട്ട രാവിലെ നീ തിന്നില്ലേ? എപ്പോഴും പൊറോട്ട ഒന്ന് അഴുക്കല്ലേ? ഇല്ല. ആ ഒന്ന് നോക്ക്, പൊറോട്ട ഉണ്ടോ എന്ന് നോക്ക്. ആ കളയല് അത് പയറാ. ബർഗർ ഉണ്ടാക്കി. എടാ ബർഗർ ഉണ്ടാക്കുന്ന എപ്പോഴാ? നാരായണയുടെ പനിയൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ എന്ന് അമ്മ പറഞ്ഞില്ലേ? അവിടെ പനി കഴിഞ്ഞില്ല. വാ ഇങ്ങ് വാ. ഉണ്ടാക്കുന്നേ. അതൊക്കെ ബർഗർ നമുക്ക് നാരായണയുടെ പനി ഉവ്വാവ കഴിയട്ടെ. വാ. ഉണ്ടാക്കുന്നേ. അത് അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇങ്ങ് വാ മോനെ. എന്നപ്പാ എന്നാ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഞാൻ എൻ്റെ കയ്യിലെല്ലാം സാധനം ഇത് കണ്ടില്ലേ? ഇത്രയും സംഭവം ഇരിപ്പുണ്ട്. പാല്. ഇങ്ങ് വാ. ഇല്ല എനിക്ക് കൈ ഒഴിവില്ല. വാ. കൈ നീട്ട. എടാ എനിക്ക് കൈ ഒഴിവില്ല. ക്യാമറ അതങ്ങോട്ട് വെക്ക്. പ്ലീസ്. ഇങ്ങത്താ കൈ നീട്ടന്താ. എൻ്റെ അമ്മച്ചിയോ. ആ പൊക്കോ. ആ വലിച്ചൂരല്ല. അമ്മ ഒരു തരാം. ഓക്കെ. ഒന്നും പഠിച്ചില്ല. ഒന്നും പഠിച്ചില്ലേ? ഒന്നും മേടിച്ചൂന്നാണേ. മോനൊന്നും മേടിച്ചില്ലേ? മേടിച്ച്. എൻ്റെ പൊന്ന്. ഇതേ എക്സാം ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അയ്യോ എക്സാമിന്. അയ്യോ ആ എന്നാ? അയ്യോ അയ്യോ എന്നാ? അയ്യോ അയ്യോ എന്നോന്നേ? വെള്ളം കുടിച്ചില്ല. വെള്ളം കുടിച്ചില്ലേ? ഷോ ആ സാരമില്ലേ, വെള്ളം ഇപ്പൊ കുടിച്ചു. സ്കൂളിൽ നിന്നാ കുടിച്ചില്ല. സ്കൂളിൽ നിന്ന് കുടിച്ചില്ലേ? മതി. വെള്ളം കുടിച്ചില്ല കേട്ടോ. വേറെ കൊടുക്കാം. വാ നമുക്ക് ഇനി കുളിക്കാം. വാ കുളിക്കാടോ. നോക്കട്ടെ. ആ, ചേച്ചി ഞാൻ ഒരു ഇനി തരുവേ. ചേച്ചി അങ്ങ് മേടിച്ചേക്ക്. മതിയോ? ആ. ഞാനില്ല. വേണ്ട. ഓക്കെ ഞാൻ അമ്മ വീ തരാം. ഇന്ന് സാമൂല് വന്നില്ലല്ലേ? ഞാൻ എനിക്കറിയായിരുന്നു. കാർത്തികേയനില്ല. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സാമൂല് ഇന്നില്ലാന്ന്. ഞാൻ ഓർത്ത് എൻ്റെ ശാമ്പവിക്ക് വിഷമാവുമല്ലോ, സാമൂലില്ലല്ലോന്ന്. ബാ ഇല്ല കഴിക്കാം. ബാ. ആ ചെരുപ്പ് എന്തിയെ മോൻ്റെ? വേണ്ട. പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ ചെരുപ്പ് എന്തിയെ? ടിവി എവിടെ? ചെരുപ്പ് ഇവിടെ ഇട്ടോ? ഓ ടി വി ഉണ്ട്. നീ തന്നെ പറഞ്ഞു. അലക്സ ടി വി എന്ത് ചെരുപ്പ് ചെയ്താ? ദേ ഇവിടെ കൊണ്ടിട്ടേക്കുന്നു നീ. അയ്യേ തപ്പായി പോയി. ദേ അവിടെ പോകണല്ലോ. എവിടെ നിന്ന് അങ്ങോട്ട് പോലെ? അങ്ങോട്ടല്ല, ടിവിയുടെ മുകളിൽ. അമ്മ എന്നല്ലോ ഇല്ല വാങ്ങി ചോപ്പാ. വേണ്ട, അടുക്കളയൊന്നും പോകണ്ട. അമ്മ അടുക്കള ഞാനില്ല അടുക്കളയിലോട്ട്. വേണ്ട. എന്നത്തിന് അടുക്കള പോന്നേ? കൊതുകി കൊള്ളാൻ വേണ്ടിയോ? ഞാൻ എപ്പോഴും അവിടെ തന്നെയാ. രാത്രി ആകുമ്പോഴേക്കും ഇങ്ങോട്ടൊന്ന് വന്നിരിക്കുന്നത്. അപ്പോഴും ഞാൻ അടുക്കളയോട്ട് പോകണോ? ടീ വെക്കാനാ റിമോട്ടിൽ തന്നെ ഇതില്ല, ബാറ്ററി ഇല്ല. ബാറ്ററി ഉണ്ടോ? ഫോൺ എടുത്ത് ഫോണിൽ വെക്ക്. ഫോണിനൊന്നും വെക്കാനായിട്ട് എൻ്റെ ഫോണിൽ നിന്ന് അപ്പം എടുത്ത് കളഞ്ഞത്. എന്ത് ഫോണിൽ വെക്കാന്ന് എന്നാണ്ട് ഞാനുണ്ട് ഫോണിൽ അത് ഉണ്ടായിട്ടും വെച്ചില്ലെന്നൊക്കെ. അവിടെ ഞാൻ ടി വി വെക്കുകയല്ല. നീ വന്നേ. എന്നോട് ചോദിക്കാൻ എന്തിനാ അങ്ങോട്ട് പോന്നേ? ഇവിടെ വർത്താനം പറയാം, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ പോന്നു. ചോറ് സാമ്പാറോ? എന്ന് സാമ്പാറാണോ? ഇവിടെയും സാമ്പാർ. ഇങ്ങോട്ട് നോക്കേ. ചോറും സാമ്പാറും പിന്നെ എന്നാ കറി? ആ പറ. ബീൻസ് തോരനോ? എന്നാ സിസ്റ്ററിനെ കണ്ടെന്നോ? നിന്റെ ക്ലാസ് ടീച്ചറല്ലേ അത്? പിന്നെ കാണാതെ എക്സാം ആണെന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. ദേ
ഇന്ന് സിസ്റ്റർ വിളിച്ചപ്പോ പറഞ്ഞ എന്നാന്നറിയാവോ, ശാംഭവിക്ക് എക്സാമിന് ഇവര് വീഡിയോ എടുക്കുമല്ലോ, അപ്പൊ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ നീ ഒന്നും പറഞ്ഞില്ലെന്ന്. അതെന്നാ? എന്നിട്ട് വീഡിയോ ഓഫ് ചെയ്തപ്പോ ഇത് വരച്ചു. വീഡിയോ ഓഫ് ചെയ്തപ്പോ നീ എല്ലാത്തിനും ആൻസർ പറഞ്ഞെന്ന്. എന്താന്ന് പറ, വീഡിയോ ഓൺ ആക്കുമ്പോ എന്നെ ആൻസർ പറയാത്തെ? വീഡിയോ ഓഫ് ചെയ്തപ്പോ എല്ലാത്തിനും ആൻസർ പറഞ്ഞെന്ന്. സ്കൂളിലെ കാര്യം ഞാൻ പറഞ്ഞേ. ഇന്നെന്താ ചോദിച്ചേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറ. ഇല്ല, എല്ലാത്തിനും ആൻസർ പറഞ്ഞല്ലോ. കളേഴ്സ് ചോദിച്ചോ? ഫ്രൂട്ട്സ് ചോദിച്ചോ? എന്തൊക്കെ ഫ്രൂട്ട്സ് ചോദിച്ചേ? ഫ്രൂട്ട്സിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ മൈൻഡ് ചെയ്യുന്നത് എന്ന് തോന്നുമ്പോഴാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത് ഷാമ്പു ഇട്ടേക്കുന്ന ബനിയന്റെ കളർ എന്തുവാ? ഗ്രേ. നിക്കറോ? നോക്ക്, ഗ്രേ ആണോ? നോക്ക്. റെഡും ഒരു കളറും കൂടെ ഉണ്ടല്ലോ. നോക്കിയിട്ടോ പറഞ്ഞേ. വെള്ളയോ? യെല്ലോ. എല്ലാന്ന് വെച്ചാ തലക്കിട്ടടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ടീച്ചർ? അങ്ങോട്ട് പോകുന്നത് അവിടുത്തെ ലൈറ്റ് കണ്ടോണ്ടോ? ഇത് ഭയങ്കര കേട്ടോ. ആരാണി? അല്ല, ശാംഭവി. തലക്കിട്ട് ഇങ്ങനെ അടിക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് തലക്കിട്ട് അടിക്കുവാണെങ്കിൽ മേലെ ഞാൻ TV വെച്ച് തരത്തില്ല. ഇനി TV എന്ന് പറഞ്ഞ സംഭവം ഈ തലക്കിട്ട് അടിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ വെക്കത്തില്ല. ഇല്ല, നീ തലക്കിട്ട് അടിക്കുക. അതെടുത്തേ. ബുക്കിന്റെ ബാക്കി കളർ കാണിച്ചു തന്നെ. കളറ് ഇങ്ങോട്ടേക്ക്. എന്താ കളറിന്റെ എന്താ കളർ? അത് ഗ്രീൻ. അത് ഗ്രീൻ ആണോ? എന്നാ കാണിക്കുന്നേ? അതെന്നാ കളറാ? ഇത് ബ്ലൂ. ഇതെന്താ കളറാ? ഗ്രീൻ. മിടുക്കി. മിടുക്കി. ഇല്ല ഇനി ഒട്ടുമില്ല. TV ഇല്ല കേട്ടോ. TV ഞാൻ വെക്കത്തില്ല. തലക്കെട്ട് അടിക്കുന്നോണ്ട് TV എന്ന് പറഞ്ഞ സംഭവം ഞാൻ വെക്കത്തില്ല. ഡയറി എടുത്ത് കളിക്കില്ല. ഡയറി അവിടെ വെച്ച്. ഡയറി വെക്കും മോനെ. ഡയറി മോൻ എടുക്കണ്ടടാ, അവിടെ വെക്ക്. ഇപ്പൊ 3 തവണ അടിച്ചോണ്ട് 3 തവണ TV വെക്കത്തില്ല. നീ 3 ദിവസം TV വെക്കത്തില്ല. ഏത് പെണ്ണ? ആ പെണ്ണ ഏതോ ഒരു പെണ്ണാണ്. അന്ന. 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 ഞാൻ ഒരു പേരിട്ടതാ പെണ്ണിന്, അന്നാന്ന്. കാർട്ടൂണിലൊക്കെ കാണില്ലേ നമ്മള്? ലില്ലി, അന്ന. ഏതോരന്ന. ആളിനകത്ത് ലില്ലിയോ? അല്ല കുട്ടി, അല്ല. സമയം എത്രയാന്നറിയോ? 7:56. ലൈറ്റ് എനിക്ക് അടുത്ത ദിവസം മൂടി മുറിച്ചിലൂടെ മോനും മുട്ടടിച്ചേക്കാം അല്ലേ? അതല്ല, പിന്നെ പെണ്ണിന് പോലെ എന്തിനാണ് വൃത്തികെട്ടത്? ഓ, എന്നെ ഈ കാണിക്കുന്ന പരിപാടി. 2 കൈ കൊണ്ടാണോ ചോറുണ്ണേ? സൂപ്പറാണോ? സൂപ്പർ. ക്യാരറ്റും കോബിസും എന്നത്തിനാ മോനെ? എന്തിനാ ക്യാരറ്റും കോബിസും കുഞ്ഞെ? ബർഗർ. ഓക്കെ, നാരായണ ചേച്ചിക്ക് പനിയല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ ഇപ്പൊ പോകത്തില്ല, ചേച്ചിയുടെ പനിയെ കഴിയട്ടെ കേട്ടോ. അത് ഇവരെ വഴക്കുണ്ടാക്കല്ലേ.
ചേച്ചിയുടെ പനിയൊക്കെ കുറഞ്ഞിട്ട് നേരം വെളുത്തുണ്ടാക്കാം. നേരം വെളുത്തുണ്ടാക്കത്തില്ല. ചേച്ചിയുടെ പനി നേരം വെളുക്കുമ്പോൾ തീരത്തില്ല. ചേച്ചിയുടെ പനി കുറഞ്ഞിട്ട് നേരം വെളുത്തിട്ടുണ്ടാക്കാം. ചേച്ചിയുടെ പനി അങ്ങനെ കുറയത്തില്ല മോനെ. അവളൊക്കെ ഇപ്പൊ തീരെ വയ്യല്ലോ. പനിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കാം. ഇതാണ് ശാമ്പവിയും കാക്കമ്മയും. അല്ല, ബർഗർ കൊണ്ടല്ല അപ്പൊ വരുന്നത്. നീ ഒന്നും മിണ്ടായിരുന്നു ശംഭൂന്നോ. ആഹാ, എന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ ചോദിക്കല്ലോ ഇപ്പൊ ഒന്ന്. അപ്പൊ എന്തിനാ അപ്പുറത്തെ വീട്ടിൽ വരുന്നത്? അപ്പൊ ഈ വീട്ടിലല്ലേ വരുന്നേ? അപ്പൊ നമുക്കിട്ട് തിരിച്ചടിച്ച കേട്ടോ. അപ്പുറത്തെ ചെറിയ ചേട്ടൻ്റെ ഓട്ടോ വരുമ്പോഴേക്കും അത് അപ്പുറത്തെ വീട്ടിലെ ഓട്ടോയാന്ന് പറഞ്ഞ് പറയാം അപ്പുറത്തെ വീട്ടിൽ വന്നായിരിക്കുന്നു. അപ്പനെ മേടിച്ചേ ഇടി അപ്പ എന്നാ മേടിച്ചെന്ന് ഞാൻ എങ്ങനെ അറിയാനാ കുഞ്ഞെ? സോസ് എന്തേ? സംഭവേ ദേ വന്നിരിക്കുന്നു നിന്റെ അപ്പ. വന്ന തന്നെ വലിയ കാര്യം എന്ന് പറ. കലിപ്പ് ചേട്ടാ വന്നാലും വന്നില്ലേലും ഞാൻ മോഹ വെറുപ്പിയെന്ന് അറിയത്തില്ല എൻ്റെ.